ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട തോട്ടം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ, കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരു വ്യക്തി എന്ന നിലയിലും ദൈവത്തിൻ്റെ തോട്ടം എന്ന ദൈവവചനത്തിൽ ചിന്തയുണ്ട്. ആ വ്യക്തികൾ ദൈവത്തിന് വിലയേറിയവരാണ്, ദൈവത്തിന് മാത്രമുള്ളവരാണ്. ദൈവം അവരിൽ സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് അവരോട് കൂട്ടായ്മയുമുണ്ട്. സൗരഭ്യപൂർണവും ഫലപ്രദവുമായ ഒരു തോട്ടം ദൈവഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതാണ്. പ്രിയരെ, നാം ഓരോരുത്തരും അപ്രകാരമുള്ള ഒരു തോട്ടമായി രൂപാന്തരപ്പെടേണ്ടതാണ്. സൗന്ദര്യപൂർണതയുള്ള, ഫലങ്ങളാൽ നിറഞ്ഞതായ, നനവുള്ള ഒരു മനോഹര തോട്ടത്തോടെ കാന്തയായ ഓരോ വ്യക്തിയെയും ഉപമിച്ചിരിക്കുന്നു. ആ തോട്ടം ദൈവം തനിക്ക് വേണ്ടി മാത്രം കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്. പ്രിയന് വേണ്ടി മാത്രമുള്ളൊരു തോട്ടമാണ് പ്രിയരെ നാം ഓരോരുത്തരും. ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ശക്തമായൊരു മുന്നറിയിപ്പ് പുതിയ നിയമത്തിൽ നൽകിയിട്ടുള്ളത്. അതിങ്ങനെയാണ്: സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നതാണ് ആ മുന്നറിയിപ്പ്. തിരഞ്ഞെടുത്ത വ്യക്തികളായ തോട്ടം വീണ്ടും പാഴും ശൂന്യവുമായി പോകാതിരിക്കേണ്ടതിനു വേണ്ടി വളരെ സൂക്ഷ്മതയോടുകൂടി കാക്കപ്പെടേണ്ടതുണ്ട്. മനസ്സിന് കടിഞ്ഞാണിട്ട് ക്രിസ്തുവിന് വിരോധമായി പൊങ്ങിവരുന്ന എല്ലാ ഉയർച്ചകളെയും ചിന്തകളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇടിച്ചു കളയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ തോട്ടം പാഴായി തീരുവാൻ ഇടയാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഓരോ പുതിയ നിയമവിശ്വാസിക്കും ദൈവവചനം നൽകി തന്നിരിക്കുന്നത്. ഒരിക്കൽ പാഴും ശൂന്യവുമായി പോയ, വഷളായിപ്പോയ തോട്ടമായിരുന്ന നമ്മെ വീണ്ടെടുത്ത് കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ഒരു മനോഹരമായ തോട്ടമാക്കി തീർത്തിരിക്കുന്നതിനാൽ നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. നാം പ്രിയന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന തോട്ടമാണ്. ഈ തോട്ടത്തിന് ചുറ്റും കെട്ടപ്പെട്ടിരിക്കുന്ന വേലിയുണ്ട്. ഈ വേലി എന്തിനു വേണ്ടിയുള്ളതാണെന്നും എന്തിനുള്ളതല്ലെന്നും ഓരോ തോട്ടങ്ങളും അറിഞ്ഞിരിക്കണം. ഈ വേലി നാം കെട്ടിയിരിക്കുന്ന വേലിയല്ല. ഈ വേലി തോട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കെട്ടപ്പെട്ടിരിക്കുന്നതാണ്. ദുഷ്ടമൃഗങ്ങൾ തോട്ടത്തിൽ കയറി തോട്ടം നശിപ്പിക്കാതിരിക്കേണ്ട വേണ്ടി ദൈവം തൻ്റെ തോട്ടത്തിന് സംരക്ഷണം നൽകേണ്ടതിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നു. ഈ വേലി പൊളിക്കാതെ സൂക്ഷിക്കേണ്ടത് നാമാണ്. ഈ വേലിക്കെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയരെ പാതാള ഗോപുര ശക്തികൾ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ഇടയാകാത്തത്. ദൈവം തന്റെ തോട്ടത്തിന് ചുറ്റും ഒരു തീമതിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. പ്രിയരെ, ഇയ്യോബ് എന്ന ദൈവത്തിന്റെ തോട്ടത്തിനു ചുറ്റും ദൈവം വേലി കെട്ടി കാത്തിരുന്നു എന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും നാം വായിച്ചിട്ടുണ്ടല്ലോ. നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഇയ്യോബ് 1:10 വാക്യത്തിൽ പറയുന്ന വാക്യമാണ്. സാത്താൻ ഇയ്യോബിനെ പറ്റി ദൈവത്തോട് പറഞ്ഞ, ഇയ്യോബിന് ദൈവം കൊടുത്തൊരു സംരക്ഷണത്തെ പറ്റി പറഞ്ഞ കാര്യമാണത്. ദൈവത്തോട് സാത്താൻ പറയും, നീ വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ തോട്ടത്തിൽ പ്രവേശിച്ച് അതിനെ പാഴും ശൂന്യവും ആക്കുവാനാകുന്നില്ല എന്നാണ് സാത്താൻ ദൈവത്തോട് പറഞ്ഞത്. ദൈവം അനുവദിക്കാതെ സാത്താന് നാം ആകുന്ന തോട്ടത്തിൽ പ്രവേശിക്കുവാനാകുകയില്ല. ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ പ്രിയരെ, അത് വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് വേണ്ടി മാത്രമാണ്. നാം ദൈവത്തിന് മാത്രം തോട്ടമായിരിക്കുമെങ്കിൽ നമുക്കുള്ളതിന് ചുറ്റും ദൈവം വേലി കെട്ടിയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുക. ദൈവം അനുവദിക്കുന്നതിനപ്പുറം പിശാചിന് നമ്മെ യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവം ഒരു പരിധി നിർണയിച്ചിട്ടുണ്ട്. പരിശോധനയെങ്കിൽ
നമുക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ നാം പിറുപിറുക്കാതെ ഇരിക്കുമെങ്കിൽ അത് ഇരട്ടിയായി നമുക്ക് മടക്കി ലഭിക്കുവാനിടയാകും. നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി പൊളിച്ചു മാറ്റുവാൻ ഇടയാകരുത്. ദൈവം നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി ദൈവം തന്നെ പൊളിച്ചു മാറ്റുവാനും നാം മുഖാന്തരം ഉണ്ടാക്കരുത്. ദൈവം ഉയർത്തിയിരിക്കുന്ന സംരക്ഷണത്തിന്റെ വേലി ദൈവം തന്നെ പൊളിച്ചു കളയുമോ? പലർക്കും സംശയമുണ്ടായേക്കാം. അതെ പ്രിയരെ, ദൈവം വേലി പൊളിച്ചു മാറ്റും എന്നതിനെക്കുറിച്ച് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞത് എന്ത്? സങ്കീർത്തനം 80 ചോദിക്കുന്ന വാക്യമാണ്. ഇതിന്റെ മറുപടി യെശയ്യാ പ്രവചനത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അവൻ അതിനു വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു, മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. യെശയ്യാവ് 5-ാം അധ്യായത്തിലെ വിഷയങ്ങളാണിത്. തുടർന്ന് ആ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. യെശയ്യാവ് 5-ന്റെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യത്തിൽ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടപ്പുറപ്പുകളെ, ദൈവം നമ്മുടെ വേലി പൊളിച്ചു കളഞ്ഞാൽ തോട്ടത്തെ ദുഷ്ടമൃഗങ്ങൾ കയറി നശിപ്പിക്കും. നമുക്ക് ചുറ്റും ദൈവം ഉയർത്തിയ വേലി പൊളിച്ചു കളയാതിരിക്കാൻ ദൈവം നമ്മിൽ നല്ല ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. ആ നല്ല ഫലം നമുക്ക് കായ്ക്കാം, ദൈവത്തിന് പ്രയോജനപ്പെടാം. നമ്മിൽ നിന്ന് ദൈവത്തിന് സൗരഭ്യവാസന ഉയർത്തപ്പെടേണ്ടതുണ്ട്. നമ്മിൽ നിന്ന് ദൈവത്തിന് ഫലം ലഭിക്കേണ്ടതുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ആകയാൽ നല്ല തോട്ടമായി, വേലിക്കെട്ടിനുള്ളിൽ സൂക്ഷിക്കപ്പെടുന്ന തോട്ടമായി, ദൈവത്തിന് പ്രിയ തോട്ടമായി നാം നിലനിർത്തപ്പെടുവാൻ ശ്രമിച്ചുകൊള്ളുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയും. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസമായി പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം വായിച്ച് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ആലോചന പ്രകാരം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട, ദൈവത്തിന് സൗരഭ്യം വരുത്തുന്ന, ദൈവത്തിന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല ഒരു മനോഹര തോട്ടമായി നിലകൊള്ളുവാൻ, ദൈവദൃഷ്ടിയിൽ ഞങ്ങൾ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽ അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ സർവശക്തനായ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണയും കൃപയും ചൊരിയണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.